ഹലോ ഡേസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന പേപ്പറിൻ്റെ കഴിഞ്ഞ തവണ നടന്ന തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ 2 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഇവിടെ പറയാൻ പോകുന്നത്. മുൻ വർഷങ്ങളിൽ നടന്ന എക്സാമിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോയിൽ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടവർക്ക് അത് റെഫർ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് നടന്ന വിഷയങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ കുറച്ച് പ്രാവശ്യത്തെ എക്സാം പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പഠിക്കുക. പിന്നെ ഇതിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്ക് നോട്ട് ടു എക്സീഡ് 150 വേർഡ്സ് ഈച്ച് എന്ന് കാണുന്നുണ്ട്. അത് തെറ്റായിട്ട് വന്നതാണ്. 50 വേർഡിലാണ് നിങ്ങൾ ഈ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്. സെക്ഷൻ എയില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോസിറ്റിവിസം. എന്താണ് പോസിറ്റിവിസം എന്ന് എഴുതാനാണ്. പോസിറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൊസൈറ്റിയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് സ്റ്റഡി നടത്തുന്ന അപ്രോച്ചിനെയാണ് പോസിറ്റിവിസം എന്ന് പറയാം. ഉദാഹരണത്തിന് എക്സ്പെരിമെന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നതാണ്. അഗസ്റ്റ് കോംതെ, സെയിൻ സിമൺ ഇവരൊക്കെയാണ് പോസിറ്റിവിസത്തിനെ കുറിച്ച് നമ്മളതിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോഷ്യൽ ഫാക്ട്. എമിൽ ദുർക്കിമാണ് സോഷ്യൽ ഫാക്റ്റിനെ കുറിച്ച് പറയുന്നത്. എമിൽ ദുർക്കിം സോഷ്യോളജിയെ കുറിച്ച് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹിക വസ്തുതകൾ, സോഷ്യൽ ഫാക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് എന്നുള്ളതാണ്. സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾക്ക് പുറമേയുള്ളതും നിർബന്ധിതവുമായി സാമൂഹിക ഘടകങ്ങളും സാംസ്കാരിക മാനദണ്ഡങ്ങളും മൂല്യങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത്. അതായത് വ്യക്തികൾക്ക് പുറമേയുള്ള വ്യക്തികളെ നിയന്ത്രിക്കുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളും സമൂഹത്തിലെ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഒക്കെയാണ് സാമൂഹ്യ വസ്തുതകൾ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത്. 2 തരത്തിലാണ് സോഷ്യൽ ഫാക്ട് ഉള്ളത്: മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്, നോൺ മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട്. ഇങ്ങനെയാണ് സോഷ്യൽ ഫാക്ടുകൾ വരുന്നത്. മൂന്നാമത്തെ ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് എമിൽ ദുർക്കിമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന പുസ്തകത്തിലാണ് പറയുന്നത്. സമൂഹത്തിൽ തൊഴിൽ വിഭജനത്തിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സൂയിസൈഡ്. ഈ ഒരു കൺസെപ്റ്റും കൊണ്ടുവന്നത് എമിൽ ദുർക്കിം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള ദ സൂയിസൈഡ് എന്ന പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം സൂയിസൈഡിനെ ഒരു സോഷ്യൽ ഫാക്ട് എന്ന നിലയിലാണ് കണ്ടിട്ടുള്ളത്. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും വ്യക്തിഗതമല്ല. സമൂഹത്തിലെ സ്ഥിതിവിശേഷങ്ങള്, പ്രത്യേകതകള്, സംവാദങ്ങളൊക്കെ പരിശോധിച്ചാൽ ആത്മഹത്യക്കുള്ള വിശദീകരണം നമുക്ക് നൽകാൻ കഴിയും. ആത്മഹത്യ വ്യക്തിപരമാണ് എന്ന് തോന്നുമെങ്കിലും സമൂഹത്തിന് ആ ഒരു വ്യക്തിയുടെ ആത്മഹത്യയിൽ വളരെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. 4 തരത്തിലാണ് ആത്മഹത്യ വരുന്നത്. ഒന്ന് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്, അൾട്രോയിസ്റ്റിക് സൂയിസൈഡ്, ഫറ്റാലിസ്റ്റിക് സൂയിസൈഡ്, അനോമിക് സൂയിസൈഡ്. ഇങ്ങനെ 4 തരത്തിലാണ് ആത്മഹത്യ വരുന്നത്. സോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അടുത്തതാണ് ക്ലാസ് സ്ട്രഗിൾ. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് കാൾ മാർക്സ് ആണ്. വർഗങ്ങൾ തമ്മിലുള്ള സംഘടനത്തിനെയാണ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം. ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. കൂടുതൽ ഫാക്ടറികളും മറ്റൊക്കെ വന്നതിന്റെ ഫലമായിട്ട് യന്ത്രവൽകൃതമായിട്ടുള്ള ഒരു റവല്യൂഷൻ, അതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അനോമി. അനോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യക്തികൾ പിന്തുടരാനുള്ള ഏതെങ്കിലും ധാർമ്മിക മൂല്യങ്ങളുടെയും അതുപോലെ മാനദണ്ഡങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളൊക്കെ പ്രീതിയുകയോ അല്ലെങ്കിൽ തകരുകയോ ചെയ്യുന്ന ഒരു സാമൂഹിക അവസ്ഥക്കാണ് അനോമി എന്ന് പറയാം. എമിൽ ദുർക്കിമാണ് ഈ ഒരു വേർഡ് ഫേമസ് ആക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സൂയിസൈഡ് എന്ന കൃതിയിലും അതുപോലെ മറ്റുള്ള കൃതിയിലൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്തത് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിനെയോ അവരുടെ അനുമതിയോടെ നിയന്ത്രിക്കുന്നതിനെയാണ് അധികാരം എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തെ നിയമങ്ങളൊക്കെ എന്താണ് ഒരു അതോറിറ്റി ബേസിൽ വരുന്നതാണ്. 3 ടൈപ്പ് അതോറിറ്റിയാണ് വരുന്നത്: ട്രഡീഷണൽ അതോറിറ്റി, കരിസ്മാറ്റിക് അതോറിറ്റി, റേഷണൽ ലീഗൽ അതോറിറ്റി. ഇങ്ങനെ 3 തരത്തിലാണ് അതോറിറ്റി വരുന്നത്. അടുത്തതാണ് ഐഡിയൽ ടൈപ്പ്. ഒരു കോംപ്ലിക്കേറ്റഡ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ടൂളാണ് ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ ഫുള്ള് എടുക്കാതെ നമ്മൾ ചില ഘടകങ്ങൾ മാത്രം എടുത്ത് പഠിക്കുന്നതിന്. ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഫാമിലി അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ ഫുള്ള് എടുക്കാതെ ഏതെങ്കിലും ഒരു ഘടകങ്ങൾ മാത്രം എടുത്ത് നമ്മൾ പഠിക്കുന്നതിനെയാണ് ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ ചേഞ്ച്.
സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെയാണ് സോഷ്യൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സോഷ്യൽ സോളിഡാരിറ്റി. സോഷ്യൽ സോളിഡാരിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് എമിൽ ദുർക്കിം അദ്ദേഹത്തിന്റെ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന പുസ്തകത്തിലാണ്. അതായത് വ്യക്തിയെയോ സമൂഹത്തെയോ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നാണ് സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്കിടയിൽ നിലവിലുള്ള ബന്ധത്തിന്റെ ഒരു യോജിപ്പിന്റെ അളവാണ് ഇത്. രണ്ട് തരത്തിലാണ് സോളിഡാരിറ്റി വരുന്നത്: മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. നെക്സ്റ്റ് സോഷ്യൽ ആക്ഷൻ. മാക്സ് വെബർ ആണ് ഈ ഒരു സോഷ്യൽ ആക്ഷൻ തിയറി മുന്നോട്ട് കൊണ്ടുവന്നത്. സമൂഹത്തിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ വ്യാഖ്യാനപരമായി മനസ്സിലാക്കുന്ന വിഷയമാണ് സോഷ്യോളജി എന്നാണ് മാക്സ് വെബർ സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്തത്. സമൂഹത്തിൽ നടക്കുന്ന പ്രവൃത്തി ആക്ഷനെയാണ് സോഷ്യൽ ആക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് 4 തരത്തിലുള്ള ആക്ഷനാണ് വരുന്നത്: ട്രഡീഷണൽ ആക്ഷൻ, അഫക്റ്റീവ് ആക്ഷൻ, വാല്യൂ റാഷണൽ ആക്ഷൻ, റാഷണലി പർപ്പസ്ഫുൾ ആക്ഷൻ, അല്ലെങ്കിൽ അതിനെ സെക് റാഷണൽ ആക്ഷൻ എന്നിങ്ങനെയും പറയും. ഇതാണ് 4 തരത്തിലുള്ള സോഷ്യൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർപ്ലസ് വാല്യൂ. മിച്ചമൂല്യം എന്നാണ് സർപ്ലസ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാൾ മാർക്സ് ആണ്, അല്ലെങ്കിൽ മാർക്സിയൻ എക്കണോമിക്സിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഉൽപ്പന്നത്തിന്റെ വിൽപ്പനയിലൂടെ സമാഹരിക്കുന്ന തുകയും അത് നിർമ്മിക്കാൻ ചെലവാക്കുന്ന തമ്മിലുള്ള ഒരു വ്യത്യാസത്തിനെയാണ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബ്യൂറോക്രസി. ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് ഉദ്യോഗസ്ഥരുടെ മേധാവിത്വമുള്ള ഭരണത്തെയാണ് ഉദ്യോഗസ്ഥ ഭരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർക്കാർ ഓഫീസുകളെയാണ് ബ്യൂറോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സ് വെബർ ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിത്ത വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 2 തരത്തിലുള്ള ആളുകളാണ് ഉണ്ടാവുക: മുതലാളിത്ത വർഗം, അതുപോലെ തൊഴിലാളി വർഗം. ഫാക്ടറി ഉടമകളും അവരുടെ തൊഴിലാളികളുമാണ് ഇവിടെ ഉണ്ടാവുക. ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ്.